അവന്റെ കൈ ശക്തമായി സ്റ്റിയറിംഗിൽ മുറുകി. നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടിരുന്നു ആ നിമിഷം. എങ്ങോട്ടെന്നില്ലാതെ പോകുമ്പോൾ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവൾ മാത്രം. എങ്ങോട്ടെന്നില്ലാതെ അഗ്നിയുടെ കാർ പോയിക്കൊണ്ടിരുന്നു. ശ്രീജിത്ത് പോകാൻ സാധ്യതയുള്ള ഇടമെല്ലാം അഖിൽ വഴി അറിഞ്ഞിരുന്നു. പക്ഷെ അവിടെ അന്വേഷിച്ചപ്പോൾ അവിടെയെങ്ങും അവൻ പോയിട്ടില്ലെന്ന് മനസ്സിലായതും ആദ്യമായി അഗ്നി ഒന്ന് പതറിപ്പോയിരുന്നു. ലക്ഷ്യമില്ലാതെ കാർ മുന്നോട്ട് പോകുമ്പോഴാണ് ജയുടെ കോൾ അവനെ തേടിയെത്തുന്നത്. ടെൻഷൻ അടിക്കണ്ട, ഞാനില്ലേ, ഞാൻ നോക്കിക്കോളാം. ജയുടെ മറുപടി കേൾക്കാൻ നിൽക്കാതെ അഗ്നി കോൾ അവസാനിപ്പിച്ചിരുന്നു. തന്റെ മുന്നിലുള്ള സർവ്വസാധനങ്ങളും ദേഷ്യത്തോടെ വലിച്ചെറിയുകയെന്ന് ജയ് ആ നിമിഷം മുടി കൊരുത്തു വലിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു. ഇതേ സമയം ഡെവിയും അവർക്കായി തിരച്ചിൽ ആരംഭിച്ചിരുന്നു. 15 മിനിറ്റ് നിന്ന് കഴിഞ്ഞ് അവർക്ക് അതുവഴി ഒരു വണ്ടി കിട്ടിയിരുന്നു. ആ റൂട്ടിൽ അങ്ങനെ വണ്ടി വരില്ലായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ഒരു കാർ അതുവഴി വന്നിരുന്നു. അപ്പൊ തന്നെ കയറി ജംഗ്ഷനിലെത്തിയിരുന്നു. ജംഗ്ഷനിൽ നിന്ന് ഒരു ടാക്സി വിളിച്ച് പൊന്നൂന്റെ വീട്ടിലേക്ക് ആക്കിയിരുന്നു. അതിനുശേഷം തുടങ്ങിയ തിരച്ചിലാണ്. ആ നിമിഷം ജയുടെ ദേഷ്യമായിരുന്നില്ല അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത്, മറിച്ച് തന്റെ 2 അനിയത്തിമാരുമായിരുന്നു അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത്. ആദ്യം ഭദ്രയുമായി അവർ വന്നത് ഒരു പണി പൂർത്തിയാക്കാത്ത ഗോഡൌണിലേക്കായിരുന്നു. അവരുമായി അകത്തേക്ക് കയറി ഷട്ടർ ഇട്ടിരുന്നു. പക്ഷേ അതിനധികം ഉറപ്പില്ലായിരുന്നു. ഭദ്രയും ആദ്യയും അടുത്ത് കിടന്ന കസേരയിലേക്ക് കൈകൾ ബന്ധിച്ചിരുന്നു. ജിത്തു, അയാൾ അറിയിക്കണ്ടേ? ആരോ ചോദിച്ചതും നാളെ അറിയിച്ച പോരെ ബ്രോ, ഇന്ന് വേണോ? അവരെ നോക്കി വിചിത്രമായ ഭാവത്തോടെ പറയുന്നവനെ ആരു ചിരിയോടെ നോക്കി. അപ്പോ ഇന്ന് രാത്രി നമ്മൾ മനോഹരമാക്കിയിരിക്കും അല്ലേ? അത്ര സമയം വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. ജിത്തു ഒരു തരം ഭാവത്തോടെ പറയവേ, നിനക്ക് ഒട്ടും ക്ഷമയില്ലെന്ന് തോന്നുന്നു. ആരുവിന്റെ കളിയാക്കൽ കേട്ടതും സത്യം പറഞ്ഞ ഇല്ലടാ, ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവൾ ശരിക്കും വ്യത്യസ്തയാണ്. അവരെ നോക്കി എന്തോ വികാരത്തോടെ പറയുന്നവന് ചിരിയോടെ നോക്കിയ ആരു. ഉണർത്തേണ്ട ആരു, 2 വീടാണെന്ന രീതിയിൽ ഉറങ്ങുവാണെന്ന് തോന്നുന്നു. ഉണർത്താ ജിത്ത്, നീ പറഞ്ഞാൽ പിന്നെ വേറെന്തെങ്കിലും ഉണ്ടോ? ഉണർത്താ. ഉറക്കത്തിൽ ആദ്യയുടെ നിഷ്കളങ്കത അവനെ വേറൊരു ലോകത്തെത്തിച്ചിരുന്നു. ശരിക്കും പൂവ് പോലെ ഒരു പെൺകുടി. ഇവൾ ഇത്രയും ധൈര്യമുള്ളവളാണെന്ന് കരുതിയില്ല. ഇവളെ വിട്ടുകളയാൻ തോന്നുന്നില്ല. അവളോടുള്ള കൗതുകം അവന്റെ മനസ്സിൽ കൂടുതൽ ശക്തമായി. ജിത്ത്, ആരുവിന്റെ വിളിയാണ് അവന്റെ സ്വബോധത്തിലേക്ക് എത്തിച്ചത്. എന്താടാ, നിന്റെ ബോധം പോയോ? മുന്നിൽ ഇവളായ പോകുമാരു അത്രമാത്രം എന്റെ മനസ്സിനെ സ്വാധീനിച്ച് കളഞ്ഞിരിക്കുന്നു. ശ്രീഭദ്രയോട് പോലും തോന്നാത്ത ഒന്ന്. ജിത്തിന്റെ പിടി മൊത്തത്തിൽ വിട്ടുപോയിരുന്നു. നീ പോയി വെള്ളം എടുത്തോണ്ട് വാ. ആര് വെള്ളത്തിനായി പോയി. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വെള്ളവുമായി വന്നിരുന്നു. മുഖത്ത് പതിക്കുന്ന ശക്തമായ വെള്ളം കൊണ്ടോ എന്തോ ആദ്യം കണ്ണു തുറന്നത്. പിന്നാലെ ഭദ്രയും ചുറ്റും നോക്കുന്നുണ്ട്. ഭദ്രയുടെ കണ്ണിൽ പേടിയായിരുന്നെങ്കിൽ ആദ്യയുടെ കണ്ണിൽ എന്തോ ധൈര്യമായിരുന്നു. എന്താണ് ആദ്യാറാം, നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അവൻ വരുമെന്ന്? ജിത്ത് പുച്ഛത്തോടെ ചോദിക്കവേ കണ്ണുകൊണ്ട് അവൾ എന്തോ കാണിച്ചു. പോയി വായിൽ മൂടിയത് മാറ്റടാ, അവൾക്ക് എന്നോട് എന്തോ പറയാനുണ്ട്. ജിത്ത് പുച്ഛത്തോടെ പറയവേ അതനുസരിച്ച് മൂടി മാറ്റിയതും അവന്റെ മുഖത്തേക്ക് അവൾ ദേഷ്യത്തോട് തുപ്പിയിരുന്നു. അവനൊന്ന് പകച്ചു പോയെങ്കിലും അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിക്കാൻ പോയതും ആരു, അവൾ ഈ ശ്രീജിത്തിന്റെ പെണ്ണ. ജിത്തുവിന്റെ ആ പറച്ചിൽ ആരുവിന് ഇഷ്ടമായില്ലെങ്കിലും തന്റെ ദേഷ്യം നിയന്ത്രിച്ചിരുന്നു ആരോമൽ. അത് നീ മാത്രം പറഞ്ഞാ മതിയോ? അവളുടെ ഗൗരവത്തോടുള്ള സ്വരം കേൾക്കെ ജിത്തിന്റെ മുഖത്തെ പുഞ്ചിരിയുടെ ആഴം കൂടിയിരുന്നു. ഇത്രയും ധൈര്യത്തോടെ നിൽക്കുന്ന ഒരാളെ അവൻ ആദ്യമായാണ് കാണുന്നത്. ഭദ്രയെ പോലെ പേടിച്ചു നിൽക്കുന്ന ഒരാളല്ലേ ഇവൾ. നീ ഒരു കാന്താരി തന്നെയാണ്. നിന്റെ ഈ ധൈര്യമാണ് നിന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത്. അപകടം മുന്നിൽ നിന്നിട്ടും നിന്റെ കണ്ണിൽ ഭയമില്ലല്ലോ? ഇല്ല, കാരണം എൻ്റെ ദേവേട്ടൻ വന്നിരിക്കും. ആ വിശ്വാസം എനിക്കുണ്ട്. എൻ്റെ പ്രണയം സത്യമാണെങ്കിൽ അവൻ വന്നിരിക്കും. നിന്റെ ആത്മവിശ്വാസം എനിക്കിഷ്ടമായി ആദ്യ. അതുകൊണ്ട് നിനക്ക് ഞാനൊരു അവസരം തരാം. ഇന്ന് സൂര്യാസ്തമനത്തിന് മുമ്പ് തന്നെ അവൻ ഇവിടെ വന്നാൽ നീ പറയുന്നത് ഞാൻ അനുസരിക്കും. അങ്ങനെ ആയില്ലെങ്കിൽ അടുത്ത തീരുമാനം ഞാൻ തന്നെ എടുക്കും. അതിന് തയ്യാറായിക്കോ? ഞാൻ അറിഞ്ഞ അഗ്നിദേവിന് സാധാരണ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നോ, മീറ്റിങ്ങുകളിൽ പോലും അവൻ സമയത്ത് എത്താറില്ല. അവനാണ് അവന്റെ ബാഡ് വശം ഇതാണ്. ഇതിൽ നീ ജയിക്കില്ല മോളെ, പരാജയമായിരിക്കും നിനക്ക് ലഭിക്കാൻ പോകുന്നത്. ജിത്ത്, ഇത് വേണോ? ഒന്നുകൂടൊന്ന് ആലോചിച്ചിട്ട് പോരെ? ആരു തന്റെ സംശയം അതുപോലെ പറഞ്ഞു. എന്റെ ബേബി ഡോൾ പറഞ്ഞതല്ലേ, അപ്പൊ എങ്ങനാ? അവൻ വരില്ല. പിന്നെ ആരോമൽ ഒന്നും സംസാരിക്കാൻ നിന്നില്ല. നിനക്കുള്ള സമയം 7 മണി വരെ മാത്രം. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇതെല്ലാം കണ്ട് പകച്ചിരിക്കുകയായിരുന്നു ഭദ്ര.
നീ വിഷമിക്കണ്ട, നിനക്കും ഇത് ബാധകമാണ്. അഗ്നി വന്നാൽ ഇവൾ മാത്രം പോകും, പക്ഷെ നീ പോകില്ല. നീ പോകണമെങ്കിൽ അവൻ വരണം. ആഞ്ജനെ. ജിത്തിൽ ആ പേരിൽ പുച്ഛം മാത്രം നിറഞ്ഞു നിന്നിരുന്നു. അവൻ എന്നെ ചതിച്ചവനാ. അവനോട് കണക്ക് ചോദിക്കാൻ എനിക്കറിയാം. ജിത്തിൽ ക്രൂരമായ പുഞ്ചിരി വിരിഞ്ഞു. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞാൻ നിങ്ങളുടെ സ്വന്തം സഹോദരിയല്ലേ? എന്നിട്ടും നിങ്ങൾ ഒരു നിമിഷം ഞാൻ വിശ്വസിച്ചു പോയില്ലേ? നിങ്ങൾ എന്നെ ചതിക്കുക മാത്രമാണ് ചെയ്തത്. ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? ഇങ്ങനെ ദ്രോഹിക്കാൻ മാത്രം കരഞ്ഞു പോയിരുന്നു അവൾ ആ നിമിഷം. നിങ്ങൾക്ക് എന്നെ ദ്രോഹിച്ചത് പോരെ? ഒന്നും അറിയാത്ത ഈ പാവത്തിനെ കൂടി ഇതിൽ പെടുത്തണമായിരുന്നോ? ദേഷ്യവും സങ്കടത്താലും അവളുടെ മുഖം ചുവന്നു പോയി. മൂക്കിൻ തുമ്പ് പോലും വിറച്ചുപോയി. അയ്യോ മോളെ, ചേട്ടനങ്ങ് പേടിച്ചു പോയി. അല്ലേ ആരു? പരിഹാസമായിരുന്നു അവന്റെ വാക്കുകളിൽ. നീ കാരണമല്ലേ എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടമായത്. നിന്നെ സഹോദരിയായി അംഗീകരിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും? നിന്റെ അഹങ്കാരം തീരാറായിരിക്കുന്നു ശ്രീഭദ്രേ. ഇപ്പോ ഞാനൊന്നും പറയില്ല. 7 മണിക്ക് ഞാനൊരു വരവ് വരും, കാത്തിരുന്നു. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഏട്ടത്തി, ഞാൻ പറയുന്നത് അനുസരിക്കാമോ? അടുത്തിരുന്ന ആദ്യ പതിയെ പറയവേ എന്താണെന്ന് അർത്ഥത്തിൽ നോക്കി ഭദ്ര. ചെറുതായി ഒന്ന് അഭിനയിക്കണം, അത്രമാത്രേ ഉള്ളൂ. അഭിനയിക്കാനോ? മനസ്സിലായില്ല. ഏട്ടത്തി, എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ എന്നെ ഇവിടെ നിർത്തിയിട്ട് ഏട്ടത്തി ഇന്ന് തന്നെ അയാളുടെ കൂടെ വിടാനാണെന്നാ എൻ്റെ ഒരു സംശയം. ഇതിൽ ഇവന്മാർ മാത്രമല്ല, എന്നോട് കണ്ണേട്ടൻ പറഞ്ഞിട്ടുണ്ട് ചെറുതായൊക്കെ. എനിക്ക് കാര്യങ്ങൾ ചെറുതാക്കി അറിയാം. അതാ ഞാൻ ശക്തമായി ഏട്ടത്തെ എതിർത്തത്. പക്ഷേ എന്നിട്ടും അവളൊന്ന് നിർത്തി. ആദി, അവൾ വേദനയോടെ വിളിക്കവേ, കുറ്റപ്പെടുത്തിയതല്ല ഏട്ടത്തി. നമ്മൾ എന്തായാലും ഇവന്മാരുടെ പിടിയിലായി. ഇനി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തു ചാടണം. പക്ഷെ എങ്ങനെ? ഭദ്രയുടെയാണ് സംശയം. നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഏട്ടത്തി. ഏട്ടത്തി ഗർഭിണിയാണെന്ന രീതിയിൽ ഒന്ന് അഭിനയിക്കണം. മനസ്സിലായില്ല? ഭദ്രയ്ക്ക് അവൾ പറയുന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതായത് ഏട്ടത്തി ഗർഭിണിയാണെന്നറിഞ്ഞാൽ ഇവർ ചിലപ്പോൾ അയാൾക്ക് കൈമാറില്ല. അങ്ങനെയെങ്കിൽ ഏട്ടത്തെ വെറുതെ വിടും എന്ന് ഞാൻ പറയില്ല. രക്ഷപ്പെടാൻ കഴിയും എന്നൊരു തോന്നലുണ്ട്. പറ്റില്ലാതി. ഞാൻ അങ്ങനെ പറഞ്ഞ നീ എന്ത് ചെയ്യും? നീ എങ്ങനെ രക്ഷപ്പെടും? ഇതൊക്കെ തെളിയിക്കാൻ അവർക്ക് കഴിയും. അങ്ങനെ ഞാൻ മാത്രം രക്ഷപ്പെടണ്ട. ഞാൻ ഇവിടെ നിന്ന് പോകുവാണെങ്കിൽ നീയും ഒപ്പം ഉണ്ടായിരിക്കണം, ഭദ്ര ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. ഏട്ടത്തിക്ക് തോന്നുന്നുണ്ടോ നമ്മൾക്ക് ഒരുമിച്ച് ഇവിടെ നിന്ന് പോകാൻ കഴിയുമെന്ന്? ഈ കെട്ട് തന്നെ ഒന്ന് നോക്ക്. ഇത് നമുക്ക് എളുപ്പത്തിൽ അഴിച്ചെടുക്കാൻ കഴിയില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും പറ്റില്ലാതി. ഞാൻ നിന്റെ ഏട്ടത്തിയാണ്. നീ എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് മാത്രമല്ല, നീ എൻ്റെ കൂടപ്പിറപ്പ് കൂടിയാണ്. പറ്റില്ലാതി. എനിക്ക് മാത്രം ഇവിടെ നിന്ന് രക്ഷപ്പെടേണ്ട. പറയുന്നത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കേട്ടത്തി. അഗ്നിയേട്ടം വരുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ആദി? അത് മാത്രമല്ല, ഞാൻ രക്ഷപ്പെട്ടാൽ നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇതിൽ രണ്ടിലും എനിക്ക് ഉറപ്പില്ല ഏട്ടത്തി. അവർ പറയുന്നത് സത്യമാണ്. ദേവേട്ടൻ എവിടെയും എത്തുന്നത് താമസിച്ചാണ്. ദേവേട്ടന് എന്നെ ഇഷ്ടമല്ല. പിന്നെ അവന്മാരുടെ മുന്നിൽ പറഞ്ഞു നിന്നതാ ഞാൻ. ഏട്ടത്തെങ്കിലും രക്ഷപ്പെട്ടോ. ഏട്ടന് നീ ഇല്ലാതെ പറ്റില്ല. എനിക്ക് പിന്നെ കാത്തിരിക്കാൻ ആരുമില്ലല്ലോ. എൻ്റെ ദേവേട്ടനില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ആരുമല്ലേ നിനക്ക്? നിന്നെ സ്നേഹിക്കാൻ അഗ്നിയേട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനും കണ്ണേട്ടനും നിനക്ക് ആരുമല്ലേ ആദി? അല്പം ദേഷ്യത്തോടെയാണ് ഭദ്ര അത് ചോദിച്ചത്. എനിക്ക് സ്വയം പ്രതിരോധിക്കാൻ അറിയാം. അത്യാവശ്യം കാര്യങ്ങൾ എനിക്കറിയാം. അതുപോലെ അല്ല ഏട്ടത്തി. ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക്. ഞാൻ ആഞ്ജനയുടെ പെങ്ങളാണ്. എളുപ്പം തോൽപ്പിക്കാൻ കഴിയില്ല അവർക്ക്. അഥവാ എനിക്ക് എന്തെങ്കിലും പറ്റിയ ആദ്യ പിന്നെ ഉണ്ടാകില്ല. ദേവേട്ടൻ എനിക്കൊപ്പമില്ലാതെ ഞാൻ എന്തിനാ? നിർവികാരമായിരുന്നു അവളുടെ വാക്കുകൾ. അവൾ എത്രമാത്രം അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇതിനോടകം ഭദ്രയ്ക്ക് മനസ്സിലായി. ഏട്ടത്തി എന്നെ പോലല്ല. കാത്തിരിക്കാൻ എൻ്റെ ഏട്ടനുണ്ട്. പക്ഷേ ഞാൻ വയ്യ ഏട്ടത്തി. ഇങ്ങനെ പുറകെ നടന്ന് ഇന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ആദ്യം ഉണ്ടാകില്ല ഒരു നിമിഷം പോലും. അവസാനം വരെ പൊരുതിയിരിക്കും. അവളുടെ വാക്കുകളിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. നീ എന്ത് പറഞ്ഞാലും നടക്കില്ലാതി. നിന്നെ കൊണ്ടല്ലാതെ ഞാൻ പോകില്ല. ഞാൻ അഭിനയിക്കാനും പോകുന്നില്ല. ആദി പിന്നെ ഒന്ന് പറയാൻ നിന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. പുറത്തിറങ്ങിയ ജിത്തുമാരും അപ്പൊ തന്നെ ബോസിനെ വിളിച്ചിരുന്നു. അവരെ കിട്ടിയ കാര്യം പറഞ്ഞിരുന്നു. അയാൾ ഇന്ന് രാത്രി തന്നെ എത്തിച്ചേരും. ജിത്ത്, നീ അല്ലേ പറഞ്ഞേ നാളെ മതിയെന്ന്? പക്ഷെ ഇപ്പോ ആരും നെറ്റി തുളിച്ചുകൊണ്ട് ചോദിക്കവേ നമ്മളുടെ ആവശ്യം അയാൾ അംഗീകരിച്ചു. പിന്നെന്തിനാ നാളെ ആക്കുന്നേ? ഇന്ന് തന്നെ കൊണ്ടുപോയിക്കോട്ടെ. നിനക്ക് നിന്റെ ലക്ഷ്യം നടന്നാ പോരെ? മതി. എന്നാലും ഒരെന്നാലുമില്ല. ഇന്ന് തന്നെ അയാൾ വന്നിരിക്കും. സമയം മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടിരുന്നു. ആദിൽ നിരാശ പടർന്നു. ഏട്ടത്തെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അത് അവളിൽ വേദന നിറച്ചിരുന്നു. ആദിയുടെ ചിന്തകൾക്ക് വിരാമമായി പെട്ടെന്നായിരുന്നു വാതിൽ തുറന്നവർ അകത്തേക്ക് വരുന്നത്. ജിത്തിന്റെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞിരുന്നു. ആ നിമിഷം അവൻ ആദ്യം ഭദ്രയുടെ കരങ്ങളെ മോചിപ്പിച്ചിരുന്നു.
ഡാ, ഏട്ടത്തി ഒന്നും ചെയ്യരുത്. ആദിയുടെ ശബ്ദത്തിൽ ദേഷ്യം നിറഞ്ഞിരുന്നു. എന്റെ ഏട്ടത്തി പ്രഗ്നന്റ് ആണ്. ഫദ്രയ്ക്ക് പറയാൻ ഒരവസരം കൊടുക്കാതെ ആദി കയറി പറഞ്ഞതും ജിത്ത് അവളിൽ നിന്ന് പിന്മാറി ആരുവിനെ ഒന്ന് നോക്കി. ആരും പെട്ടെന്ന് കേട്ട ഷോക്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് തന്നെ അവന്റെ മുഖം മാറി അതൊരു പൊട്ടിച്ചിരിയായി മാറിയിരുന്നു. ഒരു തരം ക്രൂരമായ ചിരി. നീ പറയുന്നത് ഞാനങ്ങ് വിശ്വസിക്കുമെന്ന് കരുതിയോ? എന്നെ കണ്ടിട്ട് നിനക്ക് വിഡ്ഢിയായി തോന്നിയോ? ജിത്ത് ആദ്യയുടെ മുന്നിലായി വന്നു നിന്നുകൊണ്ട് ചോദിക്കവേ, നിങ്ങൾ ഒരമ്മയുടെ മക്കളാണ്. നീ ചെയ്യുന്നത് തെറ്റാണ് ശ്രീജിത്ത്. ആദി പറഞ്ഞെങ്കിലും അവൻ അതിന് പുച്ഛത്തോടൊന്ന് ചിരിച്ചു. ഇവളെ ഞാൻ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ദേ, സമയം നോക്ക്. 7 മണിക്ക് വെറും 5 മിനിറ്റ് കൂടിയുള്ളൂ. ഇതുവരെ അവൻ വന്നില്ലല്ലോ ആദിമോളെ. ജിത്തിൽ പുച്ഛം. അപ്പോ എങ്ങനാ, തുടങ്ങിയാലോ? ആദിയുടെ കെട്ട് വേർപെട്ടതും വല്ലാത്തൊരു ഭാവത്തോടെ അവളെ നോക്കിയിരുന്നു ജിത്ത്. ഫദ്രയ്ക്ക് അവൻ സഹോദരനായതിൽ സ്വയം പുച്ഛം തോന്നിയ നിമിഷമായിരുന്നു അത്. കൈ വേർപെട്ട ഏതോ നിമിഷം അവളുടെ കരങ്ങൾ പതിച്ചിരുന്നു ജിത്തിൽ. അത് പ്രതീക്ഷിക്കാതെ അവൻ ഒരു നിമിഷം ഞെട്ടിയിരുന്നു. പിന്നെ മുഖത്ത് ഭയപ്പെടുത്തുന്ന പുഞ്ചിരിയുമായി അവൻ അവൾക്ക് നേരെ ചുവടുകൾ വെച്ചു. ആദ്യ ധൈര്യത്തോടെ അവനെ നേരിട്ടു. പക്ഷേ അവന്റെ ശക്തിക്ക് മുന്നിൽ അവൾക്ക് പിന്നോട്ട് മാറേണ്ടി വന്നു. എന്നാൽ നിമിഷങ്ങൾ കൊണ്ട് അവൾ പരാജയപ്പെട്ടിരുന്നു. ആരു ഫദ്രയ്ക്ക് നേരെ നീങ്ങിയതും ഫദ്ര ഭയത്തോടെ പിന്നിലേക്ക് മാറി. അവൻ പിന്നെയും അടുത്തേക്ക് വന്നതും പെട്ടെന്നായിരുന്നു ഫദ്ര ബോധം മറിഞ്ഞ് നിലത്തേക്ക് വീണത്. മൂവരും ഒരു നിമിഷം പകച്ചുപോയി. ഭാഗ്യം, ഏട്ടത്തി ഞാൻ പറഞ്ഞാൽ അനുസരിക്കില്ല എന്നാ കരുതിയത്. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തലകറങ്ങി വീണിട്ടുണ്ട്. എന്തായാലും ഇത്ര നാച്ചുറലായിട്ട് അഭിനയിക്കും എന്ന് കരുതിയില്ല. ആദ്യം മനസ്സിലോർത്തു. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞുണ്ടെന്ന്. ആദ്യം കിട്ടിയ അവസരം പാഴാക്കാതെ എന്ന പോലെ പറയവേ ആരോട് നിരാശ പടർന്നിരുന്നു. അത് സാരമില്ല ആരു, നിന്റെ ആഗ്രഹം നീ സാധിച്ചോ? അവൻ പറയവേ ആ നിമിഷം ആദിൽ ഞെട്ടൽ ഉളവാക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്താ ജാൻസി റാണി, നിന്റെ ധൈര്യമൊക്കെ കഴിഞ്ഞോ? പെട്ടെന്ന് അവളുടെ ദുപ്പട്ട താഴേക്ക് വഴുതി വീണു. ഒരു ബ്ലാക്ക് കളർ ജോർജറ്റ് ടോപ്പും ജീൻസ് പാൻറ്റുമായിരുന്നു അവളുടെ വേഷം. ഭംഗിക്ക് ഒരു ദുപ്പട്ട കൂടി അണിഞ്ഞിട്ടുണ്ട്. ദുപ്പട്ട താഴേക്ക് വീണതും അവൾ ഒരു നിമിഷം പകച്ചുപോയി. ഒരു വല്ലാത്ത ഭാവത്തോടെ അവൾക്കടുത്തേക്ക് ചുവട് വെച്ചിരുന്നു അവൻ ആ നിമിഷം. സമയം കഴിഞ്ഞിരിക്കുന്നു ആദ്യ, നീ നോക്ക്, വേറെ 2 മിനിറ്റ് കൂടി, ഞാൻ പറഞ്ഞ സമയം അവസാനിക്കാൻ. പുച്ഛമായിരുന്നു അവന്റെ വാക്കുകളിൽ. അവൾ കണ്ണുകളടച്ച് ഒന്ന് നിശ്വസിച്ചു. മുന്നിൽ തന്റെ പ്രിയപ്പെട്ടവരുടെ മുഖം തെളിഞ്ഞു നിന്നിരുന്നു. അവസാനം തന്റെ എല്ലാമായ അവന്റെ മുഖവും അവളിൽ നിറഞ്ഞു നിന്നിരുന്നു. അവൻ അവളുടെ മുന്നിൽ തടസ്സമായി നിന്നു. ഇനി കാര്യങ്ങൾ എന്റെ തീരുമാനപ്രകാരമായിരിക്കും. പെട്ടെന്നാണ് ഗോഡൌൺ തകർത്ത് ഒരു ബ്ലാക്ക് കളർ ഫെറാരി കാർ അകത്തേക്ക് വരുന്നത്. ആദ്യയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ആ കാറിലെ ലോഗോ മാത്രം മതിയായിരുന്നു അവൻ ആരാണെന്ന് മനസ്സിലാക്കാൻ. ശബ്ദം കേട്ടവണ്ണം ഫദ്ര പതിയെ കണ്ണുകൾ തുറന്നിരുന്നു. വളരെ ആയാസപ്പെട്ടാണ് ആ കണ്ണ് തുറന്നത്. അവളുടെ കണ്ണിൽ ആദ്യം മുടക്കിയത് ആ ഈഗിൾ ചിത്രമായിരുന്നു. ആദ്യയുടെ ചുണ്ടിൽ വിജയച്ചിരി വിരിഞ്ഞു. അവൾ ഒരു നിമിഷം പോലും ജിത്തിനെ ഭയപ്പെട്ടിരുന്നില്ല. ജിത്ത് പകപ്പോടെ അവളെ നോക്കി. അവൾ പുച്ഛത്തോടെ തന്റെ കയ്യിലെ വാച്ച് ഉയർത്തി കാണിച്ചു.